ഹൈ ഗൈസ്, അടുത്ത നമ്മൾ കേരള പി എസ് സിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ടുള്ള എന്താ പറയുക, ലിവർ മോർട്ടിസ് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഹൈപ്പോസ്റ്റാസിസ് അല്ലെങ്കിൽ സക്കിലേഷൻസ് അല്ലെങ്കിൽ കഡാവറിക് ലിവിഡിറ്റി എന്നൊക്കെ പറയുന്ന സംഭവത്തെ പറ്റിയാണ് പഠിക്കുന്നത്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ചില പോയിസണിങ്ങിലൊക്കെ നമുക്ക് ആ കളർ വെച്ചിട്ട് പോയിസണിങ് സസ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബ്ലൂയിഷ് പർപ്പിളാണ് ഹൈപ്പോസ്റ്റാസിസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഡിയോക്സി ഹീമോഗ്ലോബിലാണ്. ബ്ലൂയിഷ് പർപ്പിൾ കാരണം ബ്രിക്ക് റെഡ് ആണ് ഹൈഡ്രോ സിയനൈഡ് ആണ്. HCN പോയിസണിങ്, സയനൈഡ് പോയിസണിങ് കാരണമാണ് ബ്രിക്ക് റെഡ് കളർ ഹൈപ്പോസ്റ്റാസിസ്. ബോഡിയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കത് സസ്പെക്ട് ചെയ്യാൻ പറ്റും. ചെറിയ റെഡ് ആണെങ്കിൽ കാർബൺ മോണോക്സൈഡ് പോയിസണിങ് CC. ഓക്കെ, ചെറിയ റെഡിൽ C ഉണ്ട്, കാർബൺ മോണോക്സൈഡിൽ C ഉണ്ട്, അങ്ങനെ ഓർത്ത് വെക്കാം. ഓക്കെ, ബ്ലൂയിഷ് അല്ലെങ്കിൽ ഗ്രീൻ ഹൈഡ്രജൻ സൾഫൈഡ് പോയിസണിങ്ങിലാണ് ഉണ്ടാവുക. ബ്രൗൺ ഒരുപാട് സ്ഥലത്തുണ്ട്, ഒരുപാട് പോയിസണിങ്ങിൽ ബ്രൗൺ പോസ്റ്റ്മോർട്ടം ഹൈപ്പോസ്റ്റാസിസ് ഉണ്ടാകും. അതിനെ പാൻ എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഫോസ്ഫറസ് ആണ്, P ഫോർ ഫോസ്ഫറസ്, A ഫോർ അനിലിൻ, N ഫോർ നൈട്രേറ്റ്. ഓക്കെ, ഫോസ്ഫറസ്, അനിലിൻ, നൈട്രൈറ്റ്. ഓക്കെ, പോസ്റ്റ്മോർട്ടം ഹൈപ്പോസ്റ്റാറ്റിക് ലിവർ മോർട്ടിസ് എന്ന് പറയും. പോസ്റ്റ്മോർട്ടം അതിൻ്റെ ബ്ലൂയിഷ് പർപ്പിൾ ആണെങ്കിൽ ഡിയോക്സി ഹീമോഗ്ലോബിൻ കാരണം, ബ്രിക്ക് റെഡ് ആണെങ്കിൽ ഹൈഡ്രോ സയനൈഡ് അല്ലെങ്കിൽ സയനൈഡ് പോയിസണിങ് എന്ന് പറയും. ചെറിയ റെഡ് കാർബൺ മോണോക്സൈഡ്, ഗ്രീൻ ആണെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡ് പോയിസണിങ്, ബ്രൗൺ 3 ടൈപ്പ് ഉണ്ട്, പാൻ എന്ന് പറയും, ഫോസ്ഫറസ്, അനിലിൻ, നൈട്രൈറ്റ്.